Hello everyone, welcome back to Mix Mojo. അപ്പോൾ നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് വർക്കലയിലാണ്. റിസോർട്ടിന്റെ പേരാണ് ബ്ലാക്ക് ബീച്ച് റിസോർട്ട്. അവർക്ക് ഒരുപാട് റിസോർട്ട് ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ കോറിഡോറും കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഈ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ. അങ്ങനെ വലിയ വ്യൂവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആ ഭാഗത്തായിട്ട്, അതായത് ഈ ഇച്ചിരി കാണുന്ന ഈ ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പുറത്തോട്ട് ബീച്ചാണ്. പിന്നെ ഇതൊന്നും ശരിക്കും പറഞ്ഞ ഒരു റിസോർട്ടിന് പറ്റിയ പരിപാടിയല്ല. ഇങ്ങനെ ഈ കോറിഡോറിലൊക്കെ ഈ ബെഡൊക്കെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ലോഡ്ജിലൊക്കെ കാണുന്ന പരിപാടിയാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്, കയറി വരുന്ന പടി. ഇതാണ് ഫ്രണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് ബീച്ച്. നല്ല രീതിയിൽ റെനോവേഷൻ പണികൾ നടക്കുന്നുണ്ട്. രാത്രി കിടന്ന് ഉറങ്ങാൻ ഇത് ധാരാളം, അത് മതി നമുക്ക്. നമ്മുടെ റൂം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂമിന് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടുക്കും ചിട്ടയും വേറെ വൃത്തികേടായിട്ടൊന്നും ഇല്ല. നല്ല റൂമാണ്. ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. ബാൽക്കണിയേ ഉള്ളൂ, വ്യൂ ഇല്ല. അതാണ് ബ്ലാക്ക്. ഇവിടെ നോക്കിയാൽ കടൽ കാണാൻ പറ്റും, പക്ഷേ ഇതിൽ നല്ല ബ്ലീച്ച് അടിച്ചിരിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ വന്നിട്ട് 2:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് ഒരു ഈവനിങ് ടൈം വരെ റൂമിൽ റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ബീച്ചിലെ ഒരു വൈബ് അടിക്കാനാണ് ആഗ്രഹം. അല്ല നിധിയേട്ടാ? യെസ്. പിന്നെ വേറൊരു കാര്യം, നാളെ നിധിയേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അത് നമ്മളിതുവരെ പറയില്ല. പെട്ടെന്ന് വന്ന ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ. നിധിയേട്ടൻ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേഷൻസ് അങ്ങനെയൊന്നും ഇഷ്ടമില്ല. സെലിബ്രേഷൻസ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റേതായിട്ടുള്ള സെലിബ്രേഷൻ ഇഷ്ടമില്ല. അത് ബർത്ത്ഡേ ആണ്, പക്ഷേ അതിങ്ങനെ ഇഷ്ടമില്ല. സിഗ്മയും ആൽഫയൊന്നുമില്ല. അവിടെ പണി നടന്നുണ്ട്, ടൈൽസ് കട്ട് ചെയ്യുന്നു. ബർത്ത്ഡേ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡേ സ്റ്റേക്കേഷനാണ്. അങ്ങനെ ചെയ്തേട്ടാ? അതെ അതെ. കുട്ടി വലുതായി, എത്ര വയസ്സായി? മുതുക്കനായി. അപ്പം ബാക്കിയുള്ള വീഡിയോ കുറച്ചുകൂടി സൂര്യൻ ഇങ്ങനെ കുറച്ച് താന്നിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. മീൻ റെസ്റ്റ് കഴിഞ്ഞ് 5 മണിയായി. ഇതിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. നമുക്ക് എന്താണത് കണ്ടു നോക്കാം. ബാക്കിയുള്ളൂ ഇതുവഴി പോയാൽ നമുക്ക് ബീച്ചിൻ്റെ അവിടെ എത്തുമെന്ന് പറഞ്ഞ കേട്ടായിരുന്നു. അപ്പം എന്നാലും അങ്ങോട്ട് പോയി നോക്കാം. ഇതൊക്കെ ആയിരിക്കും കോട്ടേജസ്. കടൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബീച്ച് ആക്സസ് അല്ല, ഇതൊക്കെ തന്നെ. എല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. നോട്ട് ആക്സസിബിൾ. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. താഴെ ഇവിടെ ഫുള്ള് കടൽ നിങ്ങൾക്ക് കാണാം, കയറി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ബീച്ചായിട്ട് ഈ അടുത്തൊന്നുമില്ല. ബീച്ച് ഇതിന്റെ പുറകിൽ ബീച്ച് ആയിട്ടില്ല. നല്ല രീതിയിൽ കടലിലോട്ട് അക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കേരള പോലീസിന്റെ ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് റിസ്ക് ആണ് ഇവിടെ വന്നാൽ. ഇനിയിപ്പോൾ കടൽ കയറി കിടക്കുന്നതാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതായത് നമുക്ക് വേറെ ഏരിയയിലോട്ടും കൂടി ഒന്ന് കവർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലിഫിൽ വന്നു. ക്ലിഫിൽ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും അറിഞ്ഞു കാണും. ഇവിടെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇങ്ങനെ കുറേ ക്ലിഫിന് കുറേ ഭാഗം ലാൻഡ് സ്ലൈഡ് ആയി പോയിട്ടുണ്ട്. അവിടെ കുറേ ബാരിയേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലൊക്കെ. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എങ്ങനെയൊക്കെ ഡേഞ്ചർ, എവിടെ ആക്കിയാലും ഡേഞ്ചർ. വാ ഇതൊരു നടക്കൂടെ പോവാം. ഒരു 6 മണി കഴിഞ്ഞു. നമ്മളിവിടെ ക്ലിഫിൽ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു കപ്പയിൽ കയറി ഞാൻ ഷേക്ക് കുടിക്കണം. ഇവിടെ സംഭവം ക്ലിഫാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ കുറച്ച് സെറ്റായിരിക്കും. പക്ഷേ നമ്മുടെ കോവളം വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് വലുതായിട്ടൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വർക്കല ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നുമില്ല. എല്ലായിടത്തും മറ്റേ കേരള പോലീസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നോ പാർക്കിംഗ്. പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച സ്ഥലത്തോട്ട് വന്ന് ഇവിടെ കൊണ്ടിട്ട് വണ്ടി. ഇവിടെ കൊണ്ടിട്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് 50 രൂപയാണ് കേട്ടോ. ലുലു മോളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 20 രൂപയാണ് ചാർജ്. ട്രിവാൻഡ്രത്ത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, വരാൻ നേരത്ത് 50 രൂപയാണ് ഇവിടെ പാർക്കിംഗ് ഫീസ്. സോ ഇതാണ് നമ്മുടെ വർക്കല പാപനാശം ബീച്ച്. ഈ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ കെട്ടി ഉണ്ടാക്കി വെച്ചേക്കാണ് ഓരോരോ സെറ്റുകളായിട്ട്.
നിനക്ക് വർക്കലയെ പറ്റി എന്താണ് പറയാനുള്ളത്? വർക്കലയെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അടിപൊളി സ്ഥലം. അടിപൊളി എന്നല്ല, ഭയങ്കര ഇപ്പൊ കോവളം പോലെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഞാൻ ഫസ്റ്റ് ടൈമാണ്. അല്ല ശരിക്കും ഇപ്പോൾ സന്ധ്യ ആവുന്നേ ഉള്ളൂ. നൈറ്റ് ലൈഫ് ഇനിയിപ്പം സീസണലായിരിക്കാം, ചിലപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ കടലിൽ ഇറങ്ങിക്കൂടാ കേട്ടാ. കെട്ടി വെച്ചിരുന്നല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് ഇവിടെ തോന്നുന്നില്ല വർക്കല. സാധാരണ ഒരു ബീച്ച് നമ്മുടെ ചിലപ്പോൾ നമ്മൾ ഈ ഇപ്പം ശംഖുമുഖവും കോവളമൊക്കെ ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ തോന്നുന്നത്, അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് ഇതിനേക്കാളും ബെറ്റർ ഈ കോവളമായിട്ട്. നിനക്ക് എന്താ തോന്നുന്നത്? ഇതിനേക്കാളും ബെറ്റർ ബീച്ച് നീ പോയിട്ടുള്ളതിൽ ഏതാണ്? കോവളം. ഇത് ഇപ്പോൾ നമ്മൾ സന്ധ്യ ആവുന്നേ ഉള്ളൂ. ഇതുവരെ ഉള്ളൊരു തോന്നൽ എങ്ങനെയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് ലൈഫും കൂടി നോക്കാം. ഇവിടുത്തെ നൈറ്റ് ലൈഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം എങ്ങനെയാണ് ഈ വർക്കല ബീച്ച് എന്നുള്ളത്. ഇപ്പം അറ്റ് മൊമെന്റ് എനിക്ക് അത്രയും ഓവർ ഹൈപ്ഡ് ആയിട്ടാണ് തോന്നുന്നത് ഈ വർക്കല ബീച്ച്. നമ്മളെ കാണാൻ വന്ന് അറിഞ്ഞൂടാ, നല്ല എനിക്ക് കണ്ടൂടാ. മുകളിലോട്ട് വരുന്ന റോക്കറ്റ് നമ്മൾ നൈറ്റ് ലൈഫ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പോയി കാണാം. ഇല്ലെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങാം. ഞാൻ വീട്ടിൽ പോവാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ മണി ഒരു 10:10 11 മണിക്കാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട സമയം. സോ 8:30 മുതൽ 10:30 വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്, പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോഴേ അവർ റിസപ്ഷനിൽ പോകുമ്പോൾ ഒരു കൂപ്പൺ തരും. ഈ കൂപ്പൺ കൊണ്ട് കൊടുത്താൽ മതി. 2 പേർക്കായിട്ടുള്ള. 2 പേരാണോ ഇപ്പോൾ നിങ്ങൾ എത്ര പേരാണോ ബുക്ക് ചെയ്യുന്ന അനുസരിച്ചുള്ള കൂപ്പൺ കിട്ടും. ഇൻക്ലൂഡ് ആണ്, പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എങ്ങോട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോയി നോക്കാം. നല്ല വ്യൂ കേട്ടോ. കടലിങ്ങനെ കയറി കിടക്കുകയാണ്. ഇത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. കടലിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് ആ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് അത് ഭയങ്കര എക്സ്പീരിയൻസ്. പക്ഷെ കടൽ നല്ല കയറി കിടക്കണം കേട്ടോ. കണ്ടത് ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. ഇവിടെ മഴ പെയ്ത് റിസോർട്ടിൽ 1 മണിക്കൂർ അടുപ്പിച്ച് കറണ്ടൊന്നും ഇല്ലായിരുന്നു. കടലിൻ്റെ അടുത്തായതുകൊണ്ട് മിസ്റ്റ് അടിച്ച് ഇവിടെ അത്രയും വെള്ളവും. ഓലപ്പുര ഫുള്ള് ഓലയാണ്. ബൊഫേ ഒന്നുമല്ല. സാധാരണ ബാക്കി നമ്മൾ പോയിട്ടുള്ള റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണെങ്കിൽ തന്നെ അതൊക്കെ ബൊഫേ ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ ഒരു പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് അവർ എന്നെ സെർവ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇഡ്ഡലി, ബ്രെഡ്, ഓംലെറ്റ്, ചമ്മന്തി, ബട്ടർ ജാം, പിന്നെ സാമ്പാർ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ ബോയ്ക്ക് തന്നെ കൊടുക്കും. അപ്പോൾ എനിക്ക് താങ്ക് യു, ഹാപ്പി ബർത്ത്ഡേ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി സാമ്പാർ. പക്ഷെ കുറേ നാളായില്ല ഇപ്പോൾ ഒരു ഹോം മെയ്ഡ് ടേസ്റ്റ് കേട്ടോ. 2 ഇഡ്ഡലി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഇനി അടുത്ത ബ്രെഡ് ജാം ബട്ടർ. ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തെന്താ പറയുക, എന്നും കഴിക്കുന്ന സാധനം തന്നെ. ആസ് യൂഷ്വൽ ഓംലെറ്റ് വെക്കാം. എല്ലാം വെക്കാം, കൊള്ളാം. സോ ഗൈസ്, നമ്മൾ ബ്ലാക്ക് ബീച്ച് റിസോർട്ടിൽ നിന്ന് ഇവിടെ പറയുകയാണ്. 11 മണിക്കാണ് കറക്റ്റ് 11 മണി ആവാൻ ഇനി 10 മിനിറ്റ് കൂടിയുണ്ട്. പക്ഷേ അതിന് മുമ്പ് നല്ല കുട്ടികളായിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു കിടന്നുറങ്ങാനും അല്ലെങ്കിൽ സാധനങ്ങൾ വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു റൂം അത്രയും കണ്ടാൽ മതി. പിന്നെ ഇവിടുത്തെ ഫുഡ്, നമ്മുടെ റെസ്റ്റോറൻറ്റ് കൊള്ളാം. അവിടുത്തെ ഒരു വൈബൊക്കെ കൊള്ളാം. നമ്മൾ ഫുഡ് കഴിക്കാനും ഇരിക്കാനൊക്കെ നല്ല സെറ്റാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ രാവിലെ കറണ്ട് പോയി. കറക്റ്റ് സമയത്ത് ജനറേറ്റർ ഓൺ ചെയ്യില്ല. ഒരു ടോട്ടൽ പീരീഡും ബ്ലാക്ക് ഔട്ട് തന്നെയായിരുന്നു ഇവിടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന നേരത്തെ ഇവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കിടന്നുറങ്ങാൻ നേരത്തായിരുന്നല്ലോ ഈ സൗണ്ട് നമ്മുടെ റൂമിനകത്ത് വരെ കേട്ടുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചാൽ ഓക്കെയാണ്. വലിയ സംഭവമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് ബൈ ബൈ.